ഒരു സാധാരണ ഫോട്ടോ പശ്ചാത്തലം മാറ്റി നല്ല വസ്ത്രം നൽകി പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആക്കാൻ സഹായിക്കുന്ന നല്ലൊരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇത് പുരുഷന്മാർക്ക് മാത്രമല്ല, സ്ത്രീകൾക്കും കുട്ടികൾക്കും അനുയോജ്യമായ എല്ലാ കാര്യങ്ങളും ഈ ആപ്ലിക്കേഷൻ അകത്തുണ്ട്. നിങ്ങളുടെ സാധാരണ ഫോട്ടോ ഏത് രാജ്യത്തെ ഏത് ID പ്രൂഫിന് അനുയോജ്യമായ തരത്തിലുള്ള ഫോട്ടോയും ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. വിദേശത്തേക്ക് കോപ്പി അയച്ചു കൊടുക്കാനും നമുക്ക് തന്നെ പെട്ടെന്നൊരു ആവശ്യമുണ്ടെങ്കിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോന് വേണ്ടിയിട്ട് ഇതുപോലെ മൊബൈലിൽ നിന്ന് തന്നെ നമുക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഈ ആപ്ലിക്കേഷൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് കണ്ടിന്യൂ ബട്ടൺ കൊടുക്കാനുണ്ട്. അതിങ്ങനെ കണ്ടിന്യൂ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആകും. പിന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ട ഒരു പോപ്പപ്പ് ഇതുപോലെ വരും. പർച്ചേസ് ഒന്നും ചെയ്യേണ്ട, ഇവിടെ എക്സിറ്റ് ബട്ടൺ ഉണ്ട്, എക്സിറ്റ് കൊടുക്കുക. ഇനി ഇവിടെ താഴെയുള്ള പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്നുകിൽ ക്യാമറയിലൂടെ ഫോട്ടോ എടുത്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഗാലറിയിൽ നിന്ന് ഫോട്ടോ സെലക്ട് ചെയ്തിട്ടും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഏറ്റവും നല്ലത് ഗാലറിയിലുള്ള ഫോട്ടോ ആണ്. സെൽഫി എടുത്താൽ അത്ര ക്ലിയർ ആയിട്ടൊന്നും കിട്ടില്ല. ഓക്കെ, ഞാനിപ്പോൾ ഗാലറി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇത് ഫോട്ടോ സെലക്ട് ചെയ്താൽ ഇത് ഓട്ടോമാറ്റിക്കലി ഇതുപോലെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. ഇത് സ്കാൻ ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയതിനു ശേഷം മാത്രം താഴത്തെ യൂസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് സഹിതമാണ് വരിക. ഓക്കെ, ഇതിപ്പോൾ സ്കാൻ ചെയ്ത് ബാക്കിൽ ബ്ലാക്ക് സ്ക്രീൻ വന്നിട്ടുണ്ട്. ഇനി താഴെയുള്ള യൂസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടെ നമുക്ക് എല്ലാ രാജ്യങ്ങളുടെയും പാസ്പോർട്ടിൻ്റെയും വിവിധ തരം പ്രൂഫുകളുടെ ആവശ്യമായിട്ടുള്ള ഫോട്ടോ ആയിട്ട് ഇത് ഇവിടെ താഴെ കാണിക്കുന്നതാണ്. ഇവിടെ തന്നെ ഇന്ത്യയുടേതൊക്കെ ഉണ്ട്. ഇനി ഇന്ത്യയുടെ കാണുന്നില്ലെങ്കിൽ മുകളിൽ നിങ്ങൾക്ക് ഏത് രാജ്യത്തിൻ്റെയാണ് വേണ്ടത് അത് സെർച്ച് ചെയ്തിട്ട് ഏത് പ്രൂഫിനാണ് അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ പശ്ചാത്തലം മാറ്റേണ്ട ഓപ്ഷൻ ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പോൾ ഓൾറെഡി വൈറ്റ് ആണുള്ളത്. ഇന്ത്യൻ പാസ്പോർട്ടിന് വൈറ്റ് ആണ് വേണ്ടത്. ഇനി നിങ്ങൾക്ക് കളർ മാറ്റണമെങ്കിൽ ഇതുപോലെ കളർ മാറ്റാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ചാര നിറമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി താഴെയായിട്ട് നിങ്ങൾക്ക് ഔട്ട്ഫിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വിവിധ തരം വസ്ത്രങ്ങൾ ഇതിനകത്ത് കാണാൻ സാധിക്കുന്നതാണ്. ഇതിപ്പോൾ മാൻ എന്ന് പറയുന്ന ഓപ്ഷനിലാണുള്ളത്. വുമണ്, ചിൽഡ്രൻ ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. അതിനനുസരിച്ച് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഒരു കോട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതൊരു AI ഫീച്ചർ ആയതുകൊണ്ട് തന്നെ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ശരീരത്തിനനുസരിച്ചിട്ട് ആ വസ്ത്രം അത് സെറ്റ് ചെയ്ത് തരുന്നതാണ്. അല്പസമയം എടുക്കുമെന്നുള്ളത് ഇപ്പോൾ എനിക്ക് സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ആ കോട്ട് ധരിച്ചതുപോലെയുള്ള എൻ്റെ ഫോട്ടോ ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫോട്ടോ എത്ര കോപ്പി വേണം അത് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷനാണ്. സിംഗിൾ വേണമെങ്കിൽ സിംഗിൾ, അല്ല നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യുന്ന പേപ്പറിനനുസരിച്ച് നിങ്ങൾക്ക് എണ്ണം സെലക്ട് ചെയ്യാവുന്നതാണ്. 4, 8, 6, 10 എത്ര വേണം നിങ്ങൾക്ക് ഇതുപോലെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി എത്ര കോപ്പിയാണ് സെലക്ട് ചെയ്തതിന് ശേഷം മുകളിൽ നിങ്ങൾക്ക് സേവ് ബട്ടൺ കാണാം. ആ സേവ് ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഒരു പരസ്യം കാണണം, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യണം. നമുക്ക് പരസ്യം ഒരു 13 സെക്കൻഡിലുള്ള പരസ്യമാണ്. ജസ്റ്റ് ആ ഡൗൺലോഡ് ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഒരു പരസ്യം പ്ലേ ആവും. അത് 13 സെക്കൻഡ് കഴിഞ്ഞാൽ എക്സിറ്റ് ബട്ടൺ ലഭിക്കുന്നതാണ്. എക്സിറ്റ് ചെയ്യുന്നതോടെ ഈ ഫോട്ടോ നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ ഗാലറി ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതായി ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു പാസ്പോർട്ട് സൈസിൻ്റെ ഒരു സെറ്റ് തന്നെ എനിക്ക് ഗാലറിയിലേക്ക് സേവ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.